ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നൊരു കിട്ടിക്കാച്ചി ഐറ്റം ഉണ്ടാക്കി, പിടിയും കോഴി കേട്ടോ. അപ്പോ കാണാൻ താല്പര്യമുള്ളവർ കൂടെ പോന്നോ, അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ നമ്മൾ പത്തിരിപ്പൊടിയിലാണ് നമ്മളെ പിടി ഉണ്ടാക്കിയത്. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ നോക്കാം കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി, ജീരകം ഇത് മൂന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ചേർക്കാനുള്ളതാണ്. ചൂടുവെള്ളം നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം വെക്കാം. ഇത് ചൂടുവെള്ളം ചൂടായിട്ട് ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെള്ളം റെഡിയായി. നമുക്ക് ഇനി അരമുറി തേങ്ങ കൂടി ചിരകിയെടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ പിടിയിലേക്കുള്ളതാണ് ഇത്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിയിലേക്ക് ചേർക്കും. ആവശ്യത്തിന് പൊടി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. 500 ഗ്രാം പൊടിയിൽ നമ്മൾ 200 300 മാത്രമാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് പിടി നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് ഈ പൊടിയും തേങ്ങയും മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ അവിടെ തിളപ്പിച്ച് വെച്ചിട്ട വെള്ളം കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് തുടങ്ങാം കേട്ടോ. 1 2 3 തവണയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുക. ഒറ്റയടിക്ക് മിക്സ് ചെയ്ത് നടക്കില്ല. അപ്പോൾ നമുക്ക് പിടി ഉരുട്ടിയെടുക്കാനുള്ള രീതിയിലുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മിക്സിങ് 1 2 തവണയൊക്കെ ആയിട്ട് ഈ വെള്ളം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് 1 2 തവണയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനും. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വെള്ളം പാകമായി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സിങ് തുടരുക. പിടിക്ക് ആവശ്യമായിട്ടുള്ള ഉരുളകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മിക്സിങ്ങിലേക്ക് എത്തുമ്പോൾ നമുക്കത് അവസാനിപ്പിക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലുള്ള ഉരുളകൾ നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമാണ് ഇതിന്റെ മിക്സിങ്. വെള്ളത്തിന്റെയും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിന്റെ മിക്സിംഗ് ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ നമുക്ക് കഴിയില്ല. കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെറിയ രീതിയിൽ ഉരുട്ടിയെടുക്കുകയും ചെയ്യാം. നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മിക്സിങ് നല്ല രീതിയിൽ മിക്സ് ആയാൽ മാത്രമാണ് നമ്മുടെ പിടി എന്ന് പറയുന്ന ഉരുളകൾ പൊട്ടാതിരിക്കുകയുള്ളൂ. നമ്മൾ ചൂടുവെള്ളത്തിലേക്കാണ് ഇടുന്നത്. ആ സമയത്ത് ഇത് മിക്സിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ഫ്ലോപ്പ് ആവും. അപ്പോൾ ചൂടുവെള്ളവും അല്ലെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ചേർത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതേപോലെ ഉരുട്ടിയെടുക്കാനും. ഇനി നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എന്ത് ചെയ്യാം, ഇത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും നമ്മൾ പൊടി എടുത്തിട്ടില്ല. പിടി എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെന്ത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏറ്റവും ചെറിയ ഉരുളകളാക്കി എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ വെന്ത് കിട്ടും. മാത്രമല്ല അവസാനം കഴിക്കുന്ന സമയത്ത് ഉള്ള് വേവാത്തൊരു പ്രശ്നം കൂടി ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ചെറിയ, എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളും ആ ഒരു രീതിയിലാണ് ഉരുട്ടിയെടുത്തത്. വലുത് ആവുന്നതനുസരിച്ച് വെന്ത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പിടി ഏകദേശം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 20-നടുത്ത് പിടികൾ നമ്മൾ ഉണ്ടാക്കി. നമ്മൾ വളരെ കുറച്ച് മാവ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പിടി ഉണ്ടാക്കൽ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചൂടുവെള്ളം വെച്ച് നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യ ഘട്ടമായിട്ട് 1 കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. കാരണം നമുക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച ആ ഒരു ജീരകത്തിന്റെ വെള്ളമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇനി തേങ്ങാപ്പാൽ, അരിപ്പൊടിയുടെ ഒരു മിക്സ് കൂടി ഇതിലേക്ക് പാരുന്നുണ്ട്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് വരും. അപ്പൊ നമ്മൾ ആദ്യ ഘട്ടത്തിൽ 1 കപ്പ് വെള്ളം മാത്രമാണ് വയ്ക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഈ ഒരു വെള്ളം തിളച്ച് വരണം നമുക്ക് പിടിയിടാന്. നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ പിടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചു വന്നു. നമ്മൾ ഓരോ പിടികളും ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ പിടിയുടെ മിക്സിങ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അറിയാം കേട്ടോ. മിക്സിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ പിടിയുടെ മിക്സിങ് ഏകദേശം കറക്റ്റ് ആണ്. കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഓരോ പിടി ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഒന്ന് തിളച്ച് നന്ന് വെന്ത് വരട്ടെ കേട്ടോ പിടി ഇതിൽ കിടന്നിട്ട്.
പിടി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മാവാണ് ചിലപ്പോൾ മിക്സിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി തേങ്ങാപ്പാൽ ചേർത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്കുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അരിപ്പൊടി തേങ്ങാപ്പാൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരമുറി തേങ്ങയാണ് ഇതിനും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പിടി ഏകദേശം വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് പാർന്നു കൊടുത്താൽ നമ്മുടെ ഈ ഒരു വെള്ളം ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ അരിപ്പൊടി മിക്സിങ് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പിടിയിൽ തേങ്ങാപ്പാൽ നല്ല രീതിയിൽ പിടിക്കണം. അപ്പോഴാണ് നമ്മുടെ ആ പിടിയിലെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് ഇതൊന്ന് വറ്റി വരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് ഒന്ന് തീ കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. എത്രയും നമ്മുടെ ഈ ഒരു പിടിയിലെ വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വറ്റി വരുന്നോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിടി ഏകദേശം വെന്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഇളക്കി നമ്മുടെ ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പിടിയുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ പിടിയായി. ഇനി നമുക്കൊരു കറി കൂടി ഉണ്ടാക്കണം കേട്ടോ. ചിക്കൻ വെക്കാനുള്ള പരിപാടി ആരംഭിച്ചു. നമ്മൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ തട്ടിക്കൂട്ട് പരിപാടിയാണ്. ചിക്കൻ കറി ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശമൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടു കേട്ടോ. നമുക്കിനി ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ 2 തക്കാളി ചെറിയ രീതിയിൽ അരിഞ്ഞത് കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ആക്കുക. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അവസാനമായിട്ട് 2 3 പച്ചമുളക് ചെറിയ രീതിയിൽ അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമ്മൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. അതിനുശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നേരത്തെ കാശ്മീരി ചേർത്തു. ഇനി സാദാ മുളക് പൊടി എന്ത് ചെയ്യാണ്, 1 ടീസ്പൂണ് സാദാ മുളക് പൊടി കൂടി ചേർക്കണം കേട്ടോ. അവസാനമായിട്ട് ചിക്കൻ മസാല കൂടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട്, ഇപ്പോഴല്ല, അവസാന ഘട്ടത്തിലാണ് നമ്മൾ കുരുമുളക് ഇടുന്നത് കേട്ടോ. അപ്പൊ ചിക്കൻ മസാല കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഏകദേശം ഇട്ട് നമ്മൾ ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മസാലയിൽ ഉപ്പുണ്ടോ എന്നുകൂടി നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഉള്ളി വാട്ടിയപ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണെന്ന് മനസ്സിലായപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. മസാലകളൊക്കെ ഒന്ന് വാടി വരട്ടെ. നമുക്ക് നമ്മുടെ ചിക്കൻ ഇനി എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വളരെ കുറച്ച് ചിക്കനെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. 100 രൂപയ്ക്ക് വാങ്ങിച്ച ചിക്കനാണ്. ചിക്കൻ ഇപ്പോൾ വില കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു കറി, പിടിക്ക് ആവശ്യമുള്ള ചെറിയൊരു കറി ഉണ്ടാക്കാന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ചിക്കനിനി നമ്മുടെ മസാലയിൽ പിടിക്കട്ടെ കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിനി കുറച്ച് ക്യാപ്സിക്കം കൂടി എന്ത് ചെയ്യണം, ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. അവസാനമാണ് നമ്മൾ ക്യാപ്സിക്കം ചേർക്കുന്നത്. അപ്പോൾ ഒരു മുറി ക്യാപ്സിക്കനെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം കേട്ടോ. ഏകദേശം 1/2 കപ്പ് വെള്ളം നമ്മൾ ചിക്കനിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 3 അല്ലി കറിവേപ്പില കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടോ. ഒന്ന് വെന്ത് വരട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഇറക്കി വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറക്കി വെക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പിടി അവിടെ ഉണ്ട്, ചിക്കനും ഏകദേശം റെഡി ആയിട്ടോ. അപ്പോൾ പിടിയും കോഴി കേട്ടോ. അപ്പൊ നല്ല കോംബോ ആണ്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു വെക്കാം. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെറിയൊരു ഇല വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇലയൊന്ന് പാത്രത്തിന്റെ ഷേപ്പിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്കാണ് നമ്മുടെ പിടിയും കോഴിയും സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ പ്ലേറ്റിലേക്ക് ഇല വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ പിടിയും കോഴിയും വിളമ്പാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള 2 ഐറ്റമാണ്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു നോക്കാം കേട്ടോ.
അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ കണ്ട ആളുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ആക്കി തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ പിടിയും കോഴിയും നമ്മുടെ പ്ലേറ്റിലേക്ക്, നമ്മുടെ ഇലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, സെർവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. കഴിക്കാനും നല്ല രസമുണ്ട് കേട്ടോ. ഇത് ചെറിയ പിടികളായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ പിടി നമ്മൾ എന്ത് ചെയ്തു, ചെറിയ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേവിന്റെ പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പിടിയും കോഴി നമ്മൾ എന്ത് ചെയ്യാണ് ഇനി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ആ പിടി എന്ത് ചെയ്തു, ടേസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിടി നല്ല അടിപൊളി സംഭവമാണ് ഇത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരെന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.